വെടിനിർത്തൽ പുനഃസ്ഥാപിക്കാനുള്ള മധ്യസ്ഥ ശ്രമങ്ങൾക്കിടെ ഗാസയിൽ ആക്രമണം കടുപ്പിച്ച് ഇസ്രായേൽ. വടക്കൻ ഗാസയിൽ നിന്ന് ഒഴിഞ്ഞുപോകണമെന്ന മുന്നറിയിപ്പുകൾക്ക് പിന്നാലെയാണ് ബോംബിംഗ് ശക്തമാക്കിയത്. യുഎസ് മധ്യസ്ഥതയിലുള്ള വെടിനിർത്തൽ ചർച്ച നിർണായക പുരോഗതി കൈവരിച്ചെന്ന് അവകാശപ്പെട്ടിരിക്കവെയാണ് വടക്കൻ ഗാസയിലുടനീളം ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സസ് ഒഴിപ്പിക്കൽ ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഉത്തരവിന് പിന്നാലെ അടുത്ത കാലത്തെ ഏറ്റവും ശക്തമായ ആക്രമണങ്ങൾക്കാണ് മേഖല സാക്ഷ്യം വഹിക്കുന്നത്. ഗാസ സിറ്റിയിലെ സെയ്ത്തൂണിന്റെ കിഴക്കൻ പ്രദേശങ്ങളിൽ ഇസ്രായേലി ടാങ്കുകൾ ഷെല്ലാക്രമണം നടത്തി. അഭയാർത്ഥി കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്ന 4 സ്കൂളുകളിൽ ആക്രമണമുണ്ടായെന്നാണ് പ്രാദേശിക റിപ്പോർട്ടുകൾ. ഗാസ സിറ്റിയുടെ ഹൃദയഭാഗം ഉൾപ്പെടുന്ന വടക്കൻ ഗാസയിൽ നിന്ന് സാധാരണക്കാർ തെക്ക് ഖാൻ യൂനിസിലെ അൽമവാസിയിലേക്ക് പോകണമെന്നാണ് ഉത്തരവ്. പിന്നാലെ IDF നടത്തിയ ബോംബിംഗിൽ സെയ്ത്തൂണിൽ 10 പേരും ജബാലിയയിൽ 6 പേരും കൊല്ലപ്പെട്ടു. ഇതിനിടെ ഇസ്രായേൽ സൈന്യം തന്നെ സുരക്ഷാ മേഖലയായി പ്രഖ്യാപിച്ച അൽമവാസിയിലെ ക്യാമ്പിലുണ്ടായ വ്യോമാക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെട്ടു. ഗാസ വെടിനിർത്തലും ഇറാൻ വിഷയവും ചർച്ച ചെയ്യാനായി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വിശ്വസ്തനും ഇസ്രായേൽ നയതന്ത്രകാര്യമന്ത്രിയുമായ റോൺ ഡെർമർ ഇന്ന് വാഷിംഗ്ടണിലെത്തുമെന്നാണ് റിപ്പോർട്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.